ജോർദാൻ നദിയുടെ ഒഴുക്കിനെ പറ്റി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അത് മുകളിൽ നിന്നിങ്ങനെ ഒഴുകി ആദ്യം ഗലീലി കടലിൽ ചെന്ന് വീഴും. ഗലീലി കടലിൽ വീഴുന്ന ആ ജോർദാൻ നദിയുടെ വെള്ളത്തെ ഗലീലി കടൽ തടഞ്ഞു നിർത്തുന്നില്ല. അത് സ്വീകരിക്കും. അതുപോലെ തന്നെ താഴേക്ക് ഒഴുകാനായിട്ട് അത് അനുവദിക്കും. അങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്ന ജോർദാൻ നദിയിലെ വെള്ളം പിന്നെ ചെല്ലുന്നത് ചാവുകടലിലേക്കാണ്, ഡെഡ് സീ. ചാവുകടലിൻ്റെ പ്രത്യേകത, അതിലേക്ക് അത് നദിയിലെ വെള്ളം സ്വീകരിക്കും. പക്ഷേ ഗലീലി കടലിലേതുപോലെ അത് പുറത്തേക്ക് ആ വെള്ളത്തെ പോകാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗലീലി കടൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? അവിടെ ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ട്, ജീവനുണ്ട് ഗലീലി കടലിൽ. ആ ഗലീലി കടലിൻ്റെ ചുറ്റും ഒരുപാട് പച്ചപ്പുണ്ട് അതിൻ്റെ തീരങ്ങളിൽ. കാരണം അവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല, വെള്ളത്തെ സ്വീകരിക്കുന്നു. ജോർദാൻ നദിയിലെ വെള്ളം അതിനെ ഒഴുകിപ്പോകാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ ഒഴുക്കുള്ളത് കൊണ്ടാണ്, കിട്ടുന്നതിനെ പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് അവിടെ ജീവനുള്ളത്. അതുപോലെ അതിൻ്റെ ചുറ്റും പച്ചപ്പ് ഉള്ളത്. ചാവുകടൽ, ആ പേര് തന്നെ എന്താണ്? ചത്ത കടലാണ്, ഉപ്പ് കടലാണ്. എന്തുകൊണ്ടാണ്? ഈ വെള്ളം മുഴുവൻ അവിടെ സ്വീകരിച്ച് അത് ഉപ്പ് രസമായിട്ട് മാറി അവിടെ ഒരു മത്സ്യം പോലുമില്ല, ജീവനില്ലാത്ത ഇടമായിട്ടത് മാറിയാണ്. കാരണം സ്വീകരിക്കുന്ന വെള്ളത്തെ അത് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണാൻ പോകുന്നത് ഭോഷനായിട്ടുള്ള ധനികനെയാണ്. ആ മനുഷ്യന് ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അദ്ദേഹത്തിൻ്റെ കൃഷി ഒരുപാട് ഫലം വിളയിച്ചു, സ്വത്തുണ്ടായി, അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയിട്ടും ആ മനുഷ്യൻ എന്തുപോലെ ജീവിച്ചു? ഒരു ചാവുകടൽ പോലെ ജീവിച്ചു. കിട്ടിയതൊന്നും അയാള് പുറത്തേക്ക് ആർക്കും കൊടുത്തില്ല. ഗലീലി കടൽ പോലെയല്ല. കിട്ടിയത് മറ്റിടങ്ങളിലേക്ക് ഒഴുകിപ്പോകാനായിട്ട് അനുവദിക്കുന്ന ശൈലിയല്ല. കിട്ടിയത് മുഴുവൻ ശേഖരിച്ചു വെക്കുന്ന, മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകാത്ത ചാവുകടലിൻ്റെ മനോഭാവത്തോടെയാണ് ആ മനുഷ്യൻ ജീവിച്ചത്. ആത്മീയമായിട്ട് ആ മനുഷ്യൻ്റെ ചാവുകടലായിട്ട് മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും, ആൾക്ക് കിട്ടിയതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കളപ്പുരകൾ പണിയുന്ന തിരക്കിലായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് തന്നെയാണ് ആത്മീയമായിട്ടുള്ള മരണം സംഭവിച്ച ഒരു മനുഷ്യനായി അദ്ദേഹത്തെ ഇന്ന് സുവിശേഷം ചിത്രീകരിക്കുന്നത്. നമ്മൾ ആത്മപരിശോധന ചെയ്യണം. നമ്മൾ ഗലീലി കടലാണോ ചാവുകടലാണോ? നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഗലീലി കടലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജീവൻ നമുക്ക് തന്നെ ഉണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക്, നമ്മുടെ കുടുംബത്തിലും ആ ജീവൻ്റെ തുടിപ്പ്, പച്ചപ്പ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചാവുകടൽ പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ചത്ത് ചതഞ്ഞ ഒരു ജീവിതമായിരിക്കും, ആത്മീയമായി മരിച്ച ഒരു ജീവിതമായിരിക്കും. നമ്മളായിരിക്കുന്നിടങ്ങളിലൊന്നും ചുറ്റുമുള്ള മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊന്നും കൊടുക്കാൻ സാധിക്കാത്ത ആത്മീയ മരണം സംഭവിച്ച ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറും. ഈ ഗലീലി കടൽ പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ തുടരാനായിട്ട് ഇനിയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ജീവൻ നൽകുന്ന ഒരനുഭവം അങ്ങനെ തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. നേരെ മറിച്ച് നമ്മുടെ ജീവിതം ഒരു ചാവുകടൽ പോലെയാണെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് കാലം നമ്മളെ വിളിക്കുന്നത് ഗലീലി കടലായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അതിന് 3-4 പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, നമ്മൾ ഉടമസ്ഥ ചിന്തയിൽ നിന്ന് കാര്യസ്ഥ ചിന്തയിലേക്ക് മാറുക എന്നുള്ളതാണ്. എൻ്റെ, ഞാൻ, ഈ മനോഭാവങ്ങളിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് നമ്മുടെ എന്നുള്ളതിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ അപ്പച്ചൻ മൊബൈൽ ഫോൺ നോക്കി ഇരിക്കുകയായിരിക്കും. നമ്മൾ കുറേ സമയം ചിലവഴിക്കുന്നൊരു സ്ഥലമാണ്. മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയാണ്.
ആ സമയത്തായിരിക്കും വീട്ടിൽ ആരെങ്കിലും, ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനോഭാവം എന്താണ്? എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാൽ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൂടി മറ്റേയാൾ എന്തെങ്കിലും നമ്മളോട് പറയുമ്പോൾ മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്ത് അതൊക്കെ കേൾക്കുന്നുണ്ടാകും. ആ മനോഭാവം ഇതെൻ്റെ സമയമാണ്, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നുള്ള മനോഭാവമാണ്. നേരെ മറിച്ച് ആ സമയത്ത് എൻ്റെ മകൻ മകള് എന്തെങ്കിലും പറയാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ മൊബൈൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പറയുന്നതിനോട് സസൂക്ഷ്മം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ സമയം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ സമയം, എൻ്റെയും എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെയും സമയമാണെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരുകയാണ്. അതാണ് നമ്മൾ എൻ്റെ സമയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. നമ്മൾ ഓർക്കണം, നമ്മുടെ സമയം, എൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ സമയമില്ല, നമുക്കിത് നാളെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ആരുടെ സമയമാണ്? എൻ്റെ സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സമയത്തിൽ നിന്ന്, അത് ആരോഗ്യത്തിൻ്റെ കാര്യമായിരിക്കാം, എൻ്റെ സമ്പത്തായിരിക്കാം, എൻ്റെ ആരോഗ്യമായിരിക്കാം, എൻ്റെ വിശ്വാസമായിരിക്കാം, അതൊക്കെ എൻ്റേതിൽ നിന്ന് നമ്മുടേതിലേക്ക് മാറ്റാൻ, അത് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദിവസത്തിൽ ഒരു കാര്യമെങ്കിലും എൻ്റെ എന്നതിൽ നിന്ന് നമ്മുടെ എന്ന മനോഭാവത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗലീലി കടലായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം ശ്വാസനിശ്വാസങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്വാസനിശ്വാസങ്ങളെ പറ്റി നമുക്കറിയാം. ഉള്ളിലേക്ക് എടുത്ത ശ്വാസം നമ്മൾ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ അടുത്ത ശ്വാസം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ശ്വാസം പുറത്തേക്ക് വിടുന്ന എന്തിനു വേണ്ടിയാണ്? അടുത്ത ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട്. അത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അത് കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്ത നന്മ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനുള്ള സ്ഥലവും സാഹചര്യവും ഒക്കെ രൂപപ്പെടുന്നത് നമുക്ക് ദൈവം തന്ന നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ, കിണറ്റിൽ വെള്ളം കോരിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഉറവ കൂടുതൽ ശക്തമാകുന്നത് എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചാവുകടലിൽ നിന്ന് ഗലീലി കടലായിട്ട് മാറുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുക. നമ്മൾ ഈ ദശാംശം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ കിട്ടുന്നതിൻ്റെ 1% കൊടുക്കാനായിട്ട് മാറ്റിവെക്കണം. അത് സമ്പത്താവുമ്പോൾ അത് ദശാംശമായി. ഇനി സമയം, നമുക്കൊരുപാട് സമയമുണ്ട്. നമുക്കുള്ള സമയം എൻ്റെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിൽ കുറച്ച് സമയം, 1% സമയം പള്ളിയിലേക്ക് കൊടുക്കാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ ഗലീലി കടലായിട്ട് മാറുക. മൂന്നാമത്തെ കാര്യം, മതി എന്ന് പറയാനായിട്ട് നമ്മൾ ശീലിക്കുക. കിട്ടുന്നതൊക്കെ പോന്നോട്ടെ എന്ന് പറയുന്നിടത്തല്ല, മതി. എൻ്റെ വസ്ത്രങ്ങളുടെ എണ്ണം, എനിക്ക് ഇത്ര എണ്ണം മതി. അതിൽ കൂടുതലുള്ളതൊക്കെ മറ്റുള്ളവരിലേക്ക് ഒഴുകാനായിട്ട് ഇടവരിക എന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന് എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയും, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം തൃപ്തിപ്പെടുത്താനായിട്ട് ലോകത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ലിമിറ്റ് എല്ലാ കാര്യത്തിലും വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാലാമത്തെയും അവസാനത്തെയും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിൽ ബാക്കി എന്തുണ്ട്? ഈ ചോദ്യം നമ്മളോട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചോദിച്ചാൽ മതി. ചോദിച്ചാൽ നമ്മൾ ഈ ചാവുകടലിൽ നിന്ന് ഗലീലി കടലിലേക്ക് മാറുന്ന ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ചാവുകടലായി ജീവിക്കുമ്പോഴും മരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരല്ല. ഗലീലി കടലായിട്ട് സ്വീകരിക്കുന്നത് കൊടുത്തുകൊണ്ട് ആ കടലിൻ്റെ ഉള്ളിലും ജീവൻ, അതിൻ്റെ ചുറ്റിലും ജീവൻ നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് വളരാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.